പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ കുറച്ച് പ്രീമിയം ബ്രാൻഡുകളിലേക്ക് പോകണോ, അത് നിർബന്ധമായിട്ടും വേണോ എന്ന്. അപ്പം ഞാൻ അത് എപ്പോഴും പേഴ്സണലി ഞാൻ അതിന് അഗൻസ്റ്റാണ്. വില കൂടുതൽ കൊടുത്ത് അങ്ങനെ ഒരു ബ്രാൻഡിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ പ്രൈമറി സ്റ്റീൽ എന്ന് പറഞ്ഞ് വർഷങ്ങളായി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന കുറച്ച് ബ്രാൻഡുകളുണ്ട്. അവരുടെ അവകാശവാദം എന്ന് പറയുന്നത് അവർ നാച്ചുറൽ അയൺ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒരു ബെനിഫിറ്റിന് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം. ഇതിൽ തമ്മിൽ ക്വാളിറ്റേറ്റീവ്ലി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു കസ്റ്റമർ വില കൂടുതൽ കൊടുത്ത് ഈ പ്രൈമറി സ്റ്റീൽ മേടിക്കുന്നത് വഴി അയാൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ദാറ്റ് ഇസ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ അതിനെ വെരി സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഈ പറഞ്ഞ പ്രൈസ് കൊടുത്ത്, നോട്ട് ജസ്റ്റ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് മൈ ബ്രാൻഡ് ആൻഡ് ഓൾ, യു മേക്ക് ഷുവർ നിങ്ങൾ ഏതൊരു കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ വാങ്ങുമ്പോൾ ഉറപ്പ് വരുത്തിയാൽ മതി ഈ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ പ്രീമിയം കൊടുത്ത് വാങ്ങിയത് അല്ലെങ്കിൽ ഈ പ്രൈമറി എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന വാങ്ങുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ വിച്ച് എവർ ബ്രാൻഡ് യു പ്രിഫർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്രാൻഡ് ഇപ്പോൾ കെൻസ എടുക്കുകയാണെങ്കിൽ, രണ്ടും ഇന്ന് കേരളത്തിൽ ഒരുപാട് ടെസ്റ്റിംഗ് ലാബ്സും ഒരുപാട് ഫെസിലിറ്റീസും അവൈലബിൾ. ഈവൻ വി ഓൾസോ ലൈക്ക് ഞങ്ങളെ മില്ലിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കേരളത്തിലുള്ള ഏതൊരു ഫെസിലിറ്റിയിൽ നിന്നും ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫെസിലിറ്റീസിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. രണ്ടിൻ്റെയും റിസൾട്ടിൽ ഈ പറഞ്ഞ ഇതിലും റിസൾട്ടിൽ ഫൈനൽ റിസൾട്ടിൽ കെമിക്കലിലോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലോ ഈ രണ്ട് പ്രോപ്പർട്ടീസിലോ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ I'll say that okay, you go with that brand എന്നുള്ളത്. ബട്ട് ആസ് ലൈക്ക് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇതിനൊരു ഇതിനൊരു നിയമമുണ്ട്. ഇത് ഫോളോ ചെയ്യാത്ത മാനുഫാക്ചറിങ് യൂണിറ്റ്സിന് ഇന്ന് നോട്ട് ജസ്റ്റ് ഇൻ കേരള എവിടെയും സർവൈവലില്ല. അപ്പോൾ കസ്റ്റമർ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ വാങ്ങുന്ന പ്രൊഡക്റ്റ് യു ആസ്ക് ലൈക്ക് വാട്ട് ഇസ് ദി specification, what is the test reports of the material, and make sure ഇത് according to the standards ആണെന്നുള്ളത്. This is the major thing I would say. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോടും പറയുന്ന ഒരു സംഭവം അതാണ്. നമ്മൾ കോൺട്രാക്ടിങ് മേഖലയിലാണ്. നമ്മൾ എപ്പോഴും സ്റ്റീലിൻ്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഹാജരാക്കാം, അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വില കൂടുതൽ കൊടുത്ത് അങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. വ്യക്തിപരമായിട്ട് ഞാനതിൽ വളരെ കൺവിൻസ്ഡുമാണ്. കാരണം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്നത്. അതായത് ഡിസൈനിൽ എടുത്തിരിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ആക്ച്വലി എക്സിക്യൂഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ബിൽഡിംഗ് മെറ്റീരിയലും നമ്മൾ എടുത്ത പാരാമീറ്റേഴ്സിൽ നമ്മൾ വെച്ചിരിക്കുന്ന വാല്യൂസിനെക്കാളും ബെറ്റർ ആയിട്ടാണോ വന്നിരിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ പ്രോസസ്, ഇതിൻ്റെ ടെക്നോളജി, ദ വേ ഇറ്റ് ഇസ് യൂസ്ഡ്, എവ്രിതിങ് ഇസ് എല്ലാം ഒരു സിമിലർ സെയിം പാറ്റേൺ ആണ്. ഈവൻ ദ ടെക്നോളജി ഇസ് ലൈക്ക് ജർമ്മൻ ടെക്നോളജീസ് ആണ് ഇന്ന് ഇന്ത്യയിലുള്ള മോസ്റ്റ് ഓഫ് ദി മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ, വിച്ച് ഇസ് വൈഡ്ലി അവൈലബിൾ. അപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഫാക്ടറി, വി മേക്ക് ഷുവർ എവ്രിതിങ് റോ മെറ്റീരിയൽ, പ്രോസസ്, പ്രൊഡക്ഷൻ ടിൽ ദി ഫൈനൽ ഡെസ്പാച്ച് ഇറ്റ് ഇസ് അപ് ടു ദി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ആ ഒരു കസ്റ്റമർ എടുത്ത് ഫാക്ടറിയിൽ നിന്ന് ലോറിയിൽ കയറി പോകുന്നത് വരെ ടെസ്റ്റ് ചെയ്ത് അതാത് ലോഡുകളിൽ സ്റ്റീലിൻ്റെ മേലെ ഗ്രേഡ് ക്വാളിറ്റി വെച്ച് ടാഗ് പ്രിൻ്റ് ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് ഐ പേഴ്സണലി ബിലീവ് വി ട്രാൻസ്പാരൻറ്റ് ടു ദി കസ്റ്റമർ. നമ്മൾ എന്താണെന്നുള്ളത് വെരി ഓപ്പൺലി കാണിച്ചു കൊടുക്കുക എന്നുള്ളതിൽ അതിൽ ലെറ്റ്സ് കസ്റ്റമർ ഡിസൈഡ് വോട്ട് ടു ടേക്ക്.